ചാലക്കുടി, ചാലക്കുടി പുഴ, ചാലക്കുടി ചങ്ങാതി, ചാലക്കുടിക്കാരൻ. ഇത് ചാലക്കുടിക്കാരുടെ ക്രിസ്മസ് ഘോഷയാത്ര. സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഘോഷയാത്രയിൽ 1000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് ഒന്നിച്ചു ചേരുന്നത്. ഇതിന്റെ വർണ്ണക്കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഗുഡ്നസ് TV ഒപ്പിയെടുക്കുന്നു. ജീവൻ നൽകുന്ന തൃശൂർ ജില്ലയിലെ മറ്റൊരു അഭിമാനമാണ് ബംബിനോ. ബംബിനോ 2023 ഇതാ നമ്മുടെ ചാലക്കുടിയിലെ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വർണ്ണക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി, വളരെ എന്താ പറയാ, നൂതനപരമായ രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ കുറിച്ചുള്ള അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ഈ വർഷം, അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ? ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയം 2022 ആദ്യമായിട്ട് ഇങ്ങനൊരു മെഗാ കരോൾ, ബംബിനോ മെഗാ കരോൾ എന്ന പേരിൽ ഇവിടെ ആസൂത്രണം ചെയ്തത്. ആദ്യത്തെ സംരംഭ നിലയിൽ കഴിഞ്ഞ വർഷം വളരെയധികം ജനപിന്തുണയും പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും ആ ഒരു കരോളിൽ ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ വർഷവും കുറെ കൂടി മെച്ചമായ രീതിയിൽ ഈ കരോൾ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഞങ്ങൾ ഇടവക സമൂഹം എടുക്കുകയായിരുന്നു. ഇടവകയിലെ കുടുംബ സമ്മേളനങ്ങളെ 10 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ആ 10 മേഖലകളിൽ നിന്ന് 10 പ്ലോട്ടുകളും 1000-ഓളം നമ്മുടെ കുഞ്ഞുങ്ങളും അമ്മമാരും ആബാലവൃദ്ധം ജനങ്ങളും ഈ ഒരു കരോളിൽ പങ്കുചേർന്ന് ലോകം മുഴുവനുമായിട്ട് നൽകപ്പെട്ട സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ആഘോഷിക്കുകയാണ്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. 10 മേഖലകൾ തിരിച്ച് പ്ലോട്ടുകൾ അറേഞ്ച് ചെയ്തു. വിവിധ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾക്ക് മാലാഖമാരാകാനും സാന്താമാരാകാനും ഡാൻസ് ചെയ്യാനുള്ള കുട്ടികൾക്ക് അവർക്ക് കൃത്യമായുള്ള പാട്ടുകളും ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇനി അവിടെ ചാലക്കുടി ഇടവക അങ്കണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ദേവാലയ അങ്കണത്തിൽ ദൃശ്യ ആവിഷ്കാരവും കരോൾ ഗാന മത്സരവും നടത്തുന്നുണ്ട്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ ക്രിസ്മസിന് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇടവകയിൽ? ക്രിസ്മസിന് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഒരു എക്യുമെനിക്കൽ മതാന്തര ക്രിസ്മസ് സദസ്സ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയിരുന്നു. ഇതര മതത്തിൽ നിന്നുള്ള ആളുകളും ഇതര സഭാ സമൂഹങ്ങളിൽ നിന്നുള്ളവരും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു. കൂടാതെ കരോൾ ഗാന മത്സരം അത് ഇന്റർ ഡയോസിസ് തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും ഇരിഞ്ഞാലക്കുട അതിരൂപതയിൽ നിന്നൊക്കെയുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ഇന്റർ ഡയോസിസ് കരോൾ ഗാന മത്സരം ഞങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് ഈ കരോൾ അവിടെ സമാപിക്കുമ്പോൾ നമ്മൾ ക്യാൻസർ രോഗികൾക്ക് ഒരു കാരുണ്യ ഫണ്ടിന്റെ വിതരണം ഇന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ ഡയാലിസിസ് രോഗികൾക്കുള്ള ആവശ്യമായ ഡയലൈസറും ട്യൂബും ഈ കരോളിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ അത് വിതരണം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കാരുണ്യത്തിൻ്റെ ഒരു ആഘോഷം എന്ന നിലയിലും ഈ ഒരു ബംബിന മെഗാ കരോൾ ഏറെ ശ്രദ്ധേയമാകുന്നു. ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തത്തോടു കൂടെ ഈ പരിപാടികൾ നടത്തുന്നു. ഇനി ഒരു ക്രിസ്മസ് വില്ലേജ് ഹോളി ലാൻഡിൽ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമചരിത്രവും പുതിയ നിയമചരിത്രവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ക്രമീകരണം ഹോളി ലാൻഡിലെ ക്രിസ്മസ് വില്ലേജിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ചാലക്കുടി ഏരിയ മൊത്തം നല്ല ഓളത്തിലാണ്. അച്ഛനും അവരോട് കൂടെ നല്ല ഓളത്തിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിന്റെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് ഈ നമ്മുടെ ദൃശ്യത്തിലൂടെ നമുക്ക് കാണാം. ഓക്കെ. പന്തലിൽ ചെമ്പകപ്പൂക്കും വീടും വന്നല്ലോ കർപ്പൂര പന്തൽ.